ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഞാൻ അത്രയും വിചാരിച്ചൊരു സ്ഥലത്തേക്ക് പോവാണ്. ട്രിപ്പ് ഹിമാചൽ പ്രദേശിലെ മണാലിയിലേക്കാണ്. മണാലി എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്, മഞ്ഞുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് കയറി ഡൽഹിയിലെത്തും. ഡൽഹിയിൽ നിന്നാണ് നമ്മൾ മണാലിയിലേക്ക് പോകുന്നത്. ഞാനും അമ്മൂസും മണാലി എത്തുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര ഇതിന് വേണ്ടി നമ്മൾ ജാക്കറ്റെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മൂസും കൂടി ലഗേജെല്ലാം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ സമയം ലഗേജ് കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് കാല് കടന്നിട്ട് ഞാൻ ആ ലഗേജ് ഉന്തി കൊണ്ടുപോകുന്ന സ്ഥലത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു. കാല് കടന്നിട്ട് നിൽക്കാനാണ്. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. എൻ്റെ ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് എനിക്ക് സന്തോഷമായി. പിന്നെ അമ്മൂസിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റാണിത്, അതുകൊണ്ട് ഓള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളെല്ലാവരും ഏകദേശം ഒരു ഒരുമിച്ചുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു നമ്മളെ സീറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും അമ്മ ചേച്ചിയും 3 സീറ്റുള്ള 2 സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ ഒരു സീറ്റും കൂടി ഉണ്ടാവുമല്ലോ, അതിൽ വേറെ ഒരു ആരോ ആണ്. പിന്നെ അമ്മൂസും മായലമ്മയും അമ്മയും ബാക്കിൽ നമ്മുടെ തൊട്ട് ബാക്കിലായിരുന്നു. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി. നല്ല ഫ്ലൈറ്റായിരുന്നു. ഇത് നമ്മൾ സാധാരണ ഡൽഹിയിൽ എയർപോർട്ടിൽ എത്തിയിട്ട് കണ്ട സംഭവമാണ്. നമ്മൾ സാധാരണ എസ്കലേറ്ററിൽ സ്റ്റെപ്പ് കണക്കത്തെ സംഭവത്തിലൊക്കെ പോവുക. ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നിലത്ത് കൂടെ ഇങ്ങനെ നീക്കി കൊണ്ടുവന്ന സംഭവം. പക്ഷേ ഭയങ്കര സുഖമാണ്. നമ്മൾ സാധാരണ പോലെ അതിലെ കൂടെ നടന്നിട്ട് പോയി. പിന്നെ നമ്മൾ ലഗേജ് എടുക്കുന്ന സ്ഥലത്തെത്തി. ഈ ഒരു വണ്ടിയിലാണ്, ഈ ഉന്നാവയിലാണ് നമ്മൾ പോകുന്നത്. ഞാനും അച്ഛനും കൂടി ബാക്കിലിരുന്നു. ആദ്യം എനിക്ക് ബാക്കിൽ ഭയങ്കര മടിയാണ്. ഇപ്പം നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് കയറാൻ പോവാണ്. ഞാൻ മുമ്പേ ഡൽഹിയിൽ പോയ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ ഇന്ത്യ ഗേറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് അച്ഛനും ആലമ്മയും അമ്മൂസൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും അമ്മയും മാത്രമേ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരൊന്നും കാണാത്തതുകൊണ്ട് ഇന്ത്യ ഗേറ്റിലും കൂടി പോയി. അവിടെ അന്ന് അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടിട്ടില്ല. ബാക്ക് സൈഡ് കണ്ടിട്ടില്ല. ഇന്ന് എൻ്റെ ബാക്ക് സൈഡും കണ്ടു. അടുത്തേക്കൂടെ എല്ലാം പോയി. പിന്നെ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാനൊന്നും പറ്റില്ല. പിന്നെ സമയം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മൾ ഡൽഹിയിൽ നിന്ന് ബസ്സിലാണ് മണാലിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ബസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7:30 ആയിരുന്നു. അപ്പോൾ നമുക്ക് അധികം സമയമൊന്നും ഇന്ത്യ ഗേറ്റിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ച് സമയം തന്നെ നമ്മൾ ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റെല്ലാം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നു. നമ്മൾ 7:30 ആണ്ട് കറക്റ്റ് സമയത്ത് അവിടെ എത്തിയാലേ ബസ് കാണാൻ ബസ് നമ്മളെ കാണിച്ചിട്ടില്ല. നമ്മൾ ആ ബസ് കയറിയത്. ഇന്ത്യ ഗേറ്റിന് ബാക്ക് സൈഡിൽ നിന്നും മുന്നത്തെ സൈഡിൽ നിന്നും ഏകദേശം ഒരേ ലുക്കായിരുന്നു. പക്ഷേ രാത്രി ആകുമ്പോൾ അതിനൊരു ലൈറ്റ് കത്തും. അത് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഇത് പറയുന്നത് എന്തോ ജമ്മു കാശ്മീർ എന്തെന്നോ പേരുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. നമ്മളെ ബസ്സിൻ്റെ പേര് തൻഷ്കോ. ബസ് കയറിയാൽ അത്യാവശ്യം നല്ല ബസ്സായിരുന്നു. പക്ഷെ എൻ്റെ സീറ്റിന് മാത്രം ഒരു പ്രശ്നമുണ്ട്. ഞാൻ എല്ലാ ബസ് കയറിയാലും എനിക്കുണ്ടാകുന്നുണ്ട്. ഞാൻ ഇരിക്കുന്ന സീറ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന സീറ്റിൽ എനിക്ക് ബാക്കോട്ടാക്കാനാവുന്നില്ല. അതുകൊണ്ട് എനിക്ക് ദേഷ്യം മനസ്സിൽ നിൽക്കാനാണില്ല. എന്നാൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.